റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു എന്താ പറയുക സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക്കില് നമ്മൾ ഈ ഒരു ഫാബ്രിക് കുറച്ചു മുന്നേ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേറൊരു പാറ്റേണിലാണ് കേട്ടോ. ഇപ്പൊ ഒരു ഡിഫറെന്റ് പാറ്റേണിൽ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് കളേഴ്സിൽ 2 കളേഴ്സിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. അപ്പൊ അടിപൊളി ഇതുപോലത്തെ കളക്ഷൻസ് ഇനിയും വരാനുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുന്നവരും കമന്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോ ഞാൻ ലാസ്റ്റ് പറയാറുണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്തായാലും പറയണമെന്ന് പറയും. പക്ഷെ എല്ലാ നമ്മുടെ എന്താ പറയാ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു കമന്റെങ്കിലും അതിലിടാതെ പോവാറില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റിന്റെ കമന്റ് ഞാൻ വായിച്ചിട്ട് തീരുന്നേ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും വേണ്ടി കമന്റ്സ് ആയിരുന്നു കേട്ടോ. എനിക്കതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട്. എന്റെ കഴിവതും ഞാൻ എല്ലാത്തിനും റിപ്ലൈയും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ആ മെസ്സേജസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയും എല്ലാ മെസ്സേജസും ഞാൻ വായിക്കാറുണ്ട്. അതിനെല്ലാത്തിനും കമന്റും ചെയ്യാറുണ്ട്. എന്താ പറയാ ചുമ്മാ ഒരു കമന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ റിപ്ലൈയും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയും എല്ലാം എനിക്ക് ഇമ്പോർട്ടൻസ് ആണ്. അതൊരു ഗീവവേയുടെ പേരിലോ ഒന്നുമല്ല. നിങ്ങൾക്ക് എന്താണോ ഞാൻ കൊണ്ടുവരുന്ന കളക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് അത് സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നത്. അതെന്തായാലും നിങ്ങൾ പറയാറുണ്ട്. അതിനൊരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഫെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലൊരു സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ട് ജോർജറ്റ് തന്നെയാണ്. അത് കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു ഷൈനിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു എയർലൈൻ കുർത്തിയാണ്. ഇതാണ് ഇതിന്റെ എന്താ പറയാ ഹാൻഡ് വർക്ക് വരുന്നത്. ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇതിലിങ്ങനെ ഒരു പാച്ച് വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അതിലാണ് ഇങ്ങനെ ഒരു വീനെക്ക് പാറ്റേണിൽ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിലിങ്ങനെ കട്ട് ബീഡ്സിന്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒത്തിരി ഇറങ്ങി പോകാതിരിക്കാനായിട്ട് നമ്മളിവിടെ ഒരു എന്താ പറയാ ഒരു പീസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീനെക്ക് പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത്. സെന്റർ പോർഷൻ വന്നിട്ട് ഒരു ചെറിയ കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലീറ്റ്സ്, അതും ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും അത് നമുക്കൊരു ചെറിയ പ്ലീറ്റ്സ് ഉള്ളതായിട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ നല്ല തടി തോന്നിക്കോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എയർലൈൻ പാറ്റേണിലാണ് വരുന്നത്. നല്ല ഫ്ലെയറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത്. ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാതെയൊക്കെ യൂസ് ചെയ്യാം. സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര ഭംഗി. ഈ ഒരു ഫാബ്രിക്കിന്റെ ഒരു ആ ഒരു ക്വാളിറ്റി ആയിരിക്കാം. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയത്തില്ല, അതുപോലെ തന്നെ. ലെങ്ത് 46-47 ആണ് ലെങ്ത് വരുന്നത്. 3/4 സ്ലീവ് ആണ് വരുന്നത്. ഇത് ജോർജറ്റ് ആണെങ്കിലും നമുക്ക് ട്രാൻസ്പാരന്റ് ആയിട്ടൊന്നും കാണാൻ പറ്റാത്ത ഒരു ഫാബ്രിക് ആണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. എയർലൈൻ പാറ്റേണിലാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഒരു ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കതങ്ങനെ അറിയാനേ പറ്റത്തില്ല. ചെറിയൊരു പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നല്ല ഷേപ്പിന് എയർലൈൻ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. സൈസ് വന്നിട്ട് മീഡിയം ടു XXL വരെയാണ് സൈസ് വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 849 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. 849 ആണ് പ്രൈസ് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു ഓഷ്യൻ ബ്ലൂ ആണ് കളർ വരുന്നത്. കുറച്ചും കൂടെ ഒന്ന് ഒരു ഗ്രീൻ ബ്ലൂ ഇല്ലേ, ആ ഒരു കളറാണ് വരുന്നത്. ഇതിൽ ഭയങ്കര ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. കുറച്ചും കൂടെ ഒരു ഗ്രീൻ ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു കളറാണ് വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഇതിലിങ്ങനെ ഒരു നേവി ബ്ലൂ കളറിന്റെ ഒരു പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിങ്ങനെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സെന്റർ പോർഷനിൽ കണ്ടാകുന്നത് ഇത്രയും പ്ലീറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയാ ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും. 3/4 സ്ലീവ് ആണ് വരുന്നത്. സെയിം സ്ലീവിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തോട്ട് കാണിക്കുമ്പോൾ കണ്ടോ ഈ ഒരു കളറിൽ ഈ ഒരു കളറാണ് വരുന്നത്. എയർലൈൻ പാറ്റേണിലാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. സൈസ് മീഡിയം ടു XXL വരെയാണ് സൈസ് വന്നിട്ടുള്ളത്. പ്രൈസ് 849 ആണ് പ്രൈസ് വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ബ്ലൂ കളറുടെ വെയർ ചെയ്ത് നോക്കാം, എങ്ങനെയിരിക്കും നോക്കാം. അത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് ബ്ലൂ ഗ്രീൻ കളറില്ലേ, ആ ഒരു കളറാണ് വരുന്നത് കേട്ടോ.
ലെങ്ത് എന്ന് പറയുന്നത് ഒരു 46-47 ആണ് ലെങ്ത് വരുന്നത്. ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, മിസ്സാക്കേ ചെയ്യരുത്. മീഡിയം ടു XXL വരെയാണ് സൈസ് വന്നിട്ടുള്ളത്. നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് ഉണ്ടാകുന്ന സ്ലീവ്സിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഐറ്റം ആണ്, നമുക്ക് നല്ല വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളുക. നല്ലൊരു ഫംഗ്ഷൻ വെയറും ആണ്, അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് ആൻഡ് സൈസും കൂടെ മെൻഷൻ ചെയ്ത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോ എന്താ പറയാ, നമുക്ക് വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും വലിയ സൈസ് എല്ലാം സോൾഡ് ഔട്ട് ആവും. അപ്പൊ വീഡിയോ കണ്ട് കൺഫേം ഓർഡർ ആണെങ്കിൽ മാത്രം ദയവ് ചെയ്ത് ഓർഡർ ചെയ്യുക കേട്ടോ. കൺഫേം ആക്കാൻ നിങ്ങൾ ഓർഡർ, ഞാൻ അങ്ങോട്ട് തന്നെ ഇപ്പൊ ചോദിക്കാറുണ്ട്, കൺഫേം ഓർഡർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ കൺഫേം ആണെങ്കിൽ മാത്രം ഡീറ്റെയിൽ വാങ്ങുക. അതല്ലാന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, അതായത് ഒന്നും പറയാതിരിക്കും. അപ്പോൾ നമുക്ക് അത് വേറെ ആർക്കും കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞാൻ ഈ വെബ്സൈറ്റ് തുടങ്ങാത്തതേ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെബ്സൈറ്റ് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാൻ അറിയില്ല, വെബ്സൈറ്റ് തുടങ്ങരുതെന്ന്. അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ വെബ്സൈറ്റ് തുടങ്ങാത്തത്. പക്ഷെ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓർഡർ കൺഫേം ആണെന്ന് ചോദിക്കുമ്പോൾ ഓർഡർ കൺഫേം ആണെന്ന് പറയുകയും ചെയ്യും, ഡീറ്റെയിൽ മേടിച്ചിട്ട് പിന്നെ ഒരു അനക്കം ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കും. പിന്നെ എന്താ പറയാ, ഒരു റിപ്ലൈയും തരത്തില്ല, വേണോന്നോ വേണ്ടെന്നോ ഒന്നും പറയത്തില്ല. അത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ക്യാൻസൽ ഓർഡർ ആണ് എന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് പറയാം കേട്ടോ, ക്യാൻസൽ ആണ് വേണ്ട എന്നുള്ള കാര്യം പറയാം. അപ്പൊ നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കാനാണ് കൺഫേം ഓർഡർ ആണെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പൊ മിസ്സാക്കരുത്. ഇന്നത്തെ ഓർഡേഴ്സ് എല്ലാം ഡെസ്പാച്ച് ആവുന്നത് 2 days കഴിഞ്ഞിട്ടാണ്, അതായത് ടുമാറോ ആൻഡ് ആഫ്റ്റർ ടുമാറോ ആയിരിക്കും. 2 days ആണ് ഡെസ്പാച്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ വർക്കിംഗ് ഡേയ്സ് ആണ്, 2 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നാളെ ഉണ്ടാവില്ല, തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ ഇനി ഡെസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാൻ നല്ലൊരു കളക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അടുത്ത നല്ലൊരു കളക്ഷൻ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പൊ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. ഇഷ്ടപ്പെട്ടാലും ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓണാണ് വരുന്നത്, അടിപൊളി കളക്ഷൻസ് ഇനിയും വരാനുണ്ട്. അപ്പൊ ഓണത്തിന് എന്തൊക്കെയാ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യം എന്തായാലും മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഓക്കെ, ബൈ.